കണ്ണൂർ വാണിയപ്പാറ പള്ളിക്കല്ലറയിൽ മൃതദേഹമെന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തി 10 ദിവസം കഴിഞ്ഞിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പോലീസ്. പള്ളി അധികൃതരുടെ പരാതി പോലീസിന്റെ മുൻപിൽ ഉണ്ടായിരിക്കെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത്. ഒരു കല്ലറയിൽ 2 മൃതദേഹം കാണുന്നത് എങ്ങനെയെന്നതിലെ ദുരൂഹത നീക്കാൻ കല്ലറ തുറന്നേ മതിയാകൂ എന്ന നിലപാടിലാണ് പള്ളി അധികൃതർ. ഈ വാർത്തയുടെ വിവരങ്ങൾ മിഥുൻ പിള്ള നൽകും. മിഥുനെ, ഈ എത്രയോ ദിവസമായി ഈ കല്ലറയുടെ പേരിൽ തുടരുന്നൊരു ദുരൂഹതയാണ്. അവിടെ 2 മൃതദേഹമാണോ, 1 മൃതദേഹമാണോ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ പുതിയ മൃതദേഹം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, അതിനി കല്ലറ തുറന്നാൽ മാത്രമേ ആളുകൾക്ക് വ്യക്തമാകുള്ളൂ. പലർക്കും ഇതിൽ സംശയമുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് കാണാതായ ആരെയെങ്കിലും ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടതാണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളും ഉയരുകയാണ്. അപ്പോൾ ഇതെല്ലാം ദൂരീകരിക്കണമെങ്കിൽ ആ കല്ലറ തുറന്ന് പരിശോധിച്ചേ മതിയാകും. നിലവിൽ എന്താണ് അവിടെ നടക്കുന്നത്? ആ കല്ലറ തുറക്കാനുള്ള എന്തെങ്കിലും നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ പോലീസ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ എന്തിനാണ് ഇത്ര വിമുഖത പ്രകടിപ്പിക്കുന്നത്? മിഥുൻ. അതിന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വാണിയപ്പാറ ഉണ്ണിമിശിഹാ പള്ളിയുടെ അങ്കണത്തിലാണ്. ഇവിടെയാണ് തൊട്ട് നമുക്ക് ദൃശ്യത്തിൽ പുറകിൽ കാണുന്ന ആ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്താണ് ഈ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു കല്ലറയിൽ ഈ ഒരു മൃതദേഹം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു കണ്ടെത്തുന്നൊരു സാഹചര്യമുണ്ടായത്. ഇതിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏതാണ്ട് 10 ദിവസത്തോട് അടുക്കുകയാണ് ഈ ഒരു സംഭവം നടന്നിട്ട്. അതായത് ഇവിടെ മറ്റൊരാളുടെ മൃതദേഹം അടക്കാൻ കൊണ്ടുവന്ന സമയത്താണ് ഒരേ കല്ലറയിൽ ഒരു മൃതദേഹം അടക്കിയിരിക്കുന്നു. അതിന് തൊട്ട് മുകളിലായി മറ്റൊരു മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു വസ്തു കൂടി ഒരു പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നൊരു സാഹചര്യം തുടക്കം തൊട്ടൊരു ദുരൂഹത ആരോപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്വാഭാവികമായും പോലീസാണ് ഇതിനകത്ത് നടപടി സ്വീകരിക്കുന്നത്. കാരണം ഇതിൽ പള്ളി അധികാരികൾ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവർ ഈ ദുരൂഹത മാറ്റണം. കാരണം സ്വാഭാവികമായിട്ടും ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യം, അത് മറികടക്കാൻ കൃത്യമായി നിലപാട് പള്ളി അധികൃതർ എടുത്തിരുന്നു. അതായത് അവർ തന്നെയാണ് പറഞ്ഞത് ഈ ദുരൂഹത നീക്കേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ട് പോലീസ് അന്വേഷണം വേണമെന്ന് അവർ തന്നെയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ എന്നിട്ട് പോലും പോലീസ് ഒരു കൃത്യമായ ഒരു എഫ്ഐആർ ഇട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. അത് വൈകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ഈ കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ സിജോ എന്ന വ്യക്തിയെ ഏതാണ്ട് വർഷങ്ങളായി കാണാതിരിക്കുന്നുണ്ട് എന്നൊരു പരാതി ആ കുടുംബം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല കാണാതായ സിജോയുടെ മൃതദേഹമാണോ ഇപ്പോൾ ഈ കല്ലറയിൽ നിന്ന് കണ്ടെത്തിയെന്നൊരു സംശയം കുടുംബം നേരത്തെ പങ്കുവയ്ക്കുകയും അവർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ പള്ളിയുടെ കൈക്കാരനായിരുന്ന ബിനോയിയുടെ മൊഴി, അതായത് ഈ സിജോയുടെ ഭാര്യ സഹോദരനായ ബിനോയിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ ഒരു മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്ന ഉദ്ദേശത്തിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു അന്വേഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അല്പസമയത്തിനകം മറ്റ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൂടാതെ ഈ പള്ളി അധികൃതർ ഇന്ന് ഈ കരിക്കോട്ടക്കരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ദുരൂഹത നീക്കാൻ സ്വാഭാവികമായി പള്ളിയുടെ ഒരു കല്ലറ പെട്ടെന്ന് തുറന്ന് അങ്ങനെ അന്വേഷണം നടത്താൻ സാധിക്കില്ല. അത് കളക്ടറുടെ അനുമതിയൊക്കെ വാങ്ങിക്കൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനു മുൻപായി ഈ സംഭവ സ്ഥലം സീൽ ചെയ്ത് മുൻകരുതലൊക്കെ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അത് പോലീസാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇതുവരെ അത്തരം ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളി അധികൃതർ തന്നെ രംഗത്ത് വന്നത് സ്വാഗതാർഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ദുരൂഹതയിൽ വ്യക്തത വരുത്തേണ്ടത് പള്ളിയുടെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്. ആ ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. അതില ശരി മിഥുൻ, അങ്ങനെ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 2014 കാണാതായ സിജോയുടെ മൃതദേഹമാണെന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നതിനാൽ ഈ കണ്ടെത്തിയ മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇത് കൂടുതൽ അന്വേഷണം നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല പള്ളി അധികൃതർ ഇതിൽ ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ കല്ലറ തുറന്ന് പരിശോധിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്.